മകരവിളക്കിന് ഇനി വെറും 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സന്നിധാനത്തെ ഒരുക്കങ്ങളും സുരക്ഷയുമൊക്കെ ദേവസ്വം ബോർഡും പോലീസും വിലയിരുത്തി. മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കായിരിക്കും ദർശനം. മകരവിളക്ക് അടുത്തതോടെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. മകരവിളക്കിന് ഇനി 4 ദിവസം മാത്രം ശേഷിക്കെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് സന്നിധാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രധാനമായിട്ടും തീർത്ഥാടകർ ഇവിടെ തമ്പടിക്കുന്ന സാധ്യതകൾ പരിശോധിച്ച് അവിടെയെല്ലാം മുൻകരുതൽ നടപടികളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം. ഏറ്റവും അധികം തീർത്ഥാടകർ തമ്പടിക്കുന്നത് പാണ്ഡിത്താവളം മേഖലയിലാണ്. അവിടെ അത് മുൻകൂട്ടി കണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിക്കാനുമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ആ ഭാഗത്ത് പൂർത്തിയാകുന്നത്. ഒപ്പം തന്നെ പർണശാല കെട്ടി തമ്പടിക്കുന്ന തീർത്ഥാടകർ സാധാരണഗതിയിൽ അവർ പാചകം ചെയ്യുന്ന ഒരു രീതിയാണ്. അതെല്ലാം പാടില്ല എന്ന് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പകരം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന നടപടികളും പൂർത്തിയാകുന്നുണ്ട്. ഇന്നലെ പോലീസിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഈ ഇടങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയിരുന്നു. ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകരുടെ വലിയൊരു ശതമാനം ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്യും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് അല്പം കുറഞ്ഞാൽ പോലും ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്നലെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലത്തെ തിരക്ക് താരതമ്യേന കുറവായിരുന്നു എന്ന് പറയാം. 82,000 തീർത്ഥാടകർ മാത്രമാണ് പോലീസിന്റെ കണക്ക് പ്രകാരം ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തിയ തീർത്ഥാടകരിൽ പലരും ഇവിടെ ക്യാമ്പ് ചെയ്ത് പല തവണ സിവിൽ ദർശനം നടത്തുന്നതുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് കുറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. ഭക്തരുടെ കാത്തു നിൽക്കുന്ന വരി ഇപ്പോൾ മരക്കൂട്ടത്തിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. ശരംകുത്തിക്ക് അടുത്ത് വരെ മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ തമ്പടിക്കുന്ന തീർത്ഥാടകരുടെ ഒരു സാന്നിധ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരക്ക് വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇവരൊക്കെ തന്നെ ഈ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകൂ എന്നുള്ളത് കൊണ്ട് തന്നെ സന്നിധാനത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട സാഹചര്യവുമുണ്ട്. എന്നാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്നോ നാളെയോ ആയിട്ട് ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകൾ 12-ാം തീയതിയും 13-ാം തീയതിയായിട്ട് തുടങ്ങും. അങ്ങനെ മകരവിളക്കിന്റെ ആ ഒരു തിരക്കിലേക്ക് സന്നിധാനം കടക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ വലിയ തിരക്കിൻ്റെതാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.